നിങ്ങൾ ഉണ്ടാക്കേണ്ട വെൽത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ 2 വീഡിയോയും ചെയ്തത്. ഈ വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുന്ന ബാക്കി മേഖലകൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 2 സുഹൃത്തുക്കൾ, ഒന്ന് ക്രെഡിറ്റ് കാർഡ്, ഒന്ന് ഇ-കോമേഴ്സ്. രണ്ടും നമുക്ക് ചെയ്യുന്ന ദോഷം ഒന്ന് തന്നെയാണ്. കയ്യിൽ കാശാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ 2 ഡ്രസ്സോട് നമ്മൾ തിരിച്ചു വന്നേനെ. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഇത്രയും ലിമിറ്റ് ഉണ്ടല്ലോ. എന്തിനാ അത്രയും ലിമിറ്റ്? നമ്മൾ ഇനിയും 2 ഡ്രസ്സും കൂടെ ഇഷ്ടപ്പെട്ടു, 2-ന് പകരം 4 എടുത്തുകൊണ്ട് പോകുന്നു. നമ്മുടെ സേവിങ്സിൻ്റെ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൻ്റെ ഒരു നല്ലൊരു തുക അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് കല്യാണ ചെലവ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, അവരുമായിട്ടൊരു ഫിനാൻഷ്യൽ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ ഇൻട്രാക്ഷനിൽ ഞങ്ങൾക്ക് കിട്ടിയ റീസൺസ്, അതായത് 40 വയസ്സായിട്ടും 45 വയസ്സായിട്ടും കാര്യമായിട്ട് സേവിങ്സ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ 50 വയസ്സായി ഏതാണ്ട് റിട്ടയർമെൻറ്റ് അടുപ്പിച്ചായതിന് ശേഷവും റിട്ടയർമെൻറ്റിൻ്റെ എക്സ്പെൻസസിനുള്ള കാശ് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇങ്ങനെ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് ഇവരൊക്കെ കൂടുതലും ഓവർ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഇവരെ കണ്ടിട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ റിയൽ ഇൻഫർമേഷൻ വെച്ചിട്ട് ആണ് കഴിഞ്ഞ 2 വീഡിയോവും ഇപ്പോഴത്തെ വീഡിയോവും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസസ് നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം. ഈ കാര്യങ്ങളിലായിരിക്കും നിങ്ങളും ഓവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇവിടെ തരുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെൻസസ് കുറച്ചിട്ട് ഇത് സേവിങ്സിലോട്ടും ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടും മാറ്റാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് അതാത് പ്രായത്തിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട വെൽത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ 2 വീഡിയോയും ചെയ്തത്. ഈ വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുന്ന ബാക്കി മേഖലകൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് വരുന്നത് ഫുഡ്. അതായത് നമ്മൾ ഭക്ഷണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്, ഒരിക്കലും തെറ്റല്ല. പക്ഷേ പണ്ട് നമ്മൾ വീട്ടിൽ ഒരു 10, 15, 20, 25 ഐറ്റംസ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ഓവറാൾ മെനു എത്ര ആയിരുന്നെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹോട്ടലുകളിൽ ചെന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുകൊണ്ടിരുന്നതിന് പകരം ഹോട്ടലിലോട്ട് പോകുമ്പോൾ എന്തായി, എക്സ്ട്രാ എക്സ്പെൻസസ് ആയി. അത് എത്രയാണ്? നോർമലി ഒരു 4 മെമ്പറുള്ള ഫാമിലിയിൽ ഒരു മീലിന് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ 450 രൂപയാണെങ്കിൽ ഹോട്ടലിൽ ചെന്ന് സെയിം ഐറ്റം നമ്മൾ കഴിക്കുവാണ് ഏതാണ്ട് 3 ഇരട്ടി പൈസ കൊടുക്കുന്നുണ്ട്. 450-ന് പകരം ഏതാണ്ട് 1500 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ഹോട്ടലിൽ പോലും പോകുന്നില്ല, കാരണം നമ്മളെ മടിയരാക്കാൻ ഇന്ന് സ്വിഗ്ഗിയും സൊമാറ്റോയും ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ എത്തിക്കുമല്ലോ ഫുഡ്, അവിടം വരെ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തായി, 450 രൂപയ്ക്ക് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ഡിഷ് ഹോട്ടലിൽ ചെന്ന് കഴിക്കുമ്പോൾ 1500-ഉം വീട്ടിൽ എത്തിക്കുമ്പോൾ ഏതാണ്ട് 1700-ഉം ആവുന്നു, ഏതാണ്ട് 4 ഇരട്ടി. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മീലിന് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് ഏതാണ്ട് 1250 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 4 തവണ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് 5000 രൂപ പോയി കിട്ടും എക്സ്ട്രാ ആയിട്ട്. ആൻഡ് ഇത് വെറും 5000 രൂപ ആയിരിക്കത്തില്ല, അതിൽ കൂടുതലായിരിക്കും. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നേക്കാളും വളരെ കളർഫുള്ളായിട്ടും വല്ല ഫാൻസി പേരുള്ള ഡിഷസും ഒക്കെ ഉള്ളപ്പോൾ അത് എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ചുകൂടി നമ്മൾ സ്പെൻഡ് ചെയ്യും. മൊത്തത്തിൽ ഒരു 3 മാസത്തിനൊരിക്കൽ ഒരു 4 മെമ്പറുള്ള ഫാമിലി ആണെങ്കിൽ ഏതാണ്ട് 15000 രൂപ തൊട്ട് 20000 രൂപ വരെ ഇങ്ങനെ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ പോകുന്നുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം. ഇത് 20000 രൂപയാണെങ്കിൽ ഒരു കൊല്ലത്തിന്, 3 മാസത്തിന് 20000 രൂപയാണെങ്കിൽ ഒരു കൊല്ലത്തിന് 80000 രൂപയാണ് പോയി കിട്ടുന്നത്. 10 വർഷത്തിൽ ഇത് 8 ലക്ഷം രൂപയാണ്. ചെറിയ കാശാണോ? അല്ലല്ലോ. എന്നാൽ ആലോചിക്കുക, ഫുഡിൻ്റെ കാര്യത്തിൽ പരിമിതമായിട്ട് സ്പെൻഡ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അടുത്ത സംഭവം, 2 സുഹൃത്തുക്കൾ, ഒന്ന് ക്രെഡിറ്റ് കാർഡ്, ഒന്ന് ഇ-കോമേഴ്സ്. രണ്ടും നമുക്ക് ചെയ്യുന്ന ദോഷം ഒന്ന് തന്നെയാണ്. നമ്മൾ അമിതമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഈ 2 കൂട്ടുകാരും നമ്മളെ എന്തായാലും അമിതമായിട്ട് ചെലവ് ചെയ്യാൻ വെച്ചേ അടങ്ങും എന്നുള്ള ധാരണയിലാണ് 2 പേരും. ക്രെഡിറ്റ് കാർഡാണെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഏതാണ്ട് നമ്മുടെ പോക്കറ്റിൽ കാശുള്ളത് പോലെ തന്നെ എളുപ്പത്തിൽ തന്നെ എടുത്ത് നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോളൂ. കയ്യിൽ കാശാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ 2 ഡ്രസ്സോട് നമ്മൾ തിരിച്ചു വന്നേനെ. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഇത്രയും ലിമിറ്റ് ഉണ്ടല്ലോ. എന്തിനാ അത്രയും ലിമിറ്റ്? നമ്മൾ ഇനിയും 2 ഡ്രസ്സും കൂടെ ഇഷ്ടപ്പെട്ടു, 2-ന് പകരം 4 എടുത്തുകൊണ്ട് പോകുന്നു. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ ആവശ്യത്തിന് അധികം സ്പെൻഡ് ചെയ്യാൻ വെക്കുന്നു. എന്നാൽ ഒരു 4 മെമ്പറുള്ള ഒരു ഫാമിലിയിൽ 3 മാസത്തിനൊരിക്കൽ ഏതാണ്ട് 15000 തൊട്ട് 20000 രൂപ വരെ
ഇങ്ങനെ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ഡ്രസ്സ് മാത്രമല്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ ആക്സസറീസ്, ഫുട്വെയർ, ഇങ്ങനെ പിന്നെ കുറേ ലക്സറി സ്പെൻഡിങ്, ഇതെല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 3 മാസത്തിനൊരിക്കൽ 20,000 രൂപ വരെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കൊല്ലത്തിന് ഇതും 80,000 രൂപയാണ്. 10 കൊല്ലത്തിൽ 8 ലക്ഷം രൂപ പോയി കിട്ടും. ഇ കാമേഴ്സിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഇ കാമേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഷോപ്പ് ചെല്ലുമ്പോൾ അവിടെ നമുക്കിഷ്ടപ്പെട്ട ഒരു 2 3 അല്ലെങ്കിൽ 4 ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇ കാമേഴ്സിന് മുമ്പ് കാണുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് കിട്ടാവുന്ന, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും കാണാൻ പറ്റുമല്ലോ. എന്നാൽ മോഹം കൂടും. 2 ഡ്രസ്സിൽ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ചിലപ്പം 6ഉം 7ഉം ആയേക്കാം. കുടുംബത്തിലെ എല്ലാവർക്കും ഈസി ആയിട്ട് മൊബൈലിൽ വീട്ടിൽ എത്തിക്കുകയും ചെയ്യും. ആവശ്യം പോലെ ഡിസൈൻസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്, ന്യൂ അറൈവൽസ് എന്താണെന്ന് കാണാൻ പറ്റും. എല്ലാം ഫിംഗർ ടിപ്പിലാണ് എന്ന് പറയുമ്പോൾ അവിടെയും എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ നമ്മൾ ചെയ്യുന്നു. ഇതുകൊണ്ട് ഒരു മാസം എക്സ്ട്രാ 5,000 രൂപ യാതൊരു ആവശ്യവും ഇല്ലാതെ അനാവശ്യമായിട്ട് പോയി കിട്ടുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ ഇത് 60,000 രൂപയാണ്. അടുത്ത കാര്യം നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് വരുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ്. അതായത് സബ്സ്ക്രിപ്ഷൻസ്, പർട്ടിക്കുലർലി OTT സബ്സ്ക്രിപ്ഷൻസ്, മാഗസിൻ സബ്സ്ക്രിപ്ഷൻസ്, മ്യൂസിക് പോർട്ടൽസിൻ്റെ സബ്സ്ക്രിപ്ഷൻസ്, ഇങ്ങനെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ഇന്നുണ്ട് ഡിജിറ്റൽ ലോകത്ത്. നമുക്ക് ചിലപ്പോൾ ഒരു 10 സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ശരിക്കും ഉപയോഗിക്കുന്നത് 2 3 മാത്രമേ ആയി കാണത്തുള്ളൂ. പക്ഷേ മാസം ഇതിനെല്ലാം പണം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡല്ല, അതിനെക്കുറിച്ച് ട്രാക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ട്രാക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓരോ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്ന സബ്സ്ക്രിപ്ഷൻസ് എല്ലാം നിങ്ങളുടെ ഒരു മൊബൈലിൽ ഒരു നോട്ടിൽ വെച്ചേച്ച് അത് ചെക്ക് ചെയ്യണം. റെഗുലറായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ മിക്കവാറും ആ 10 സബ്സ്ക്രിപ്ഷൻ്റെ ലിസ്റ്റ് ചിലപ്പം 3 4 മാത്രമേ ഉള്ളായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ബാക്കി 6ഉം അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യണം. ഇതുകൊണ്ട് മാത്രം ചിലപ്പം നിങ്ങൾക്ക് 2-3,000 രൂപ മാസം സേവ് ചെയ്യാൻ പറ്റും. ഇതും അത്യാവശ്യമായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ട ഒരു എക്സ്പെൻസസ് ആണ്. അവസാനത്തെ കാര്യം, നമ്മുടെ സേവിങ്സിൻ്റെ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൻ്റെ ഒരു നല്ലൊരു തുക അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് കല്യാണ ചെലവ്. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, 1 2 മക്കൾ മാത്രമല്ലേ ഉള്ളൂ, ഈ 2 കല്യാണമല്ലേ ഉള്ളൂ, ആവുന്നത് അങ്ങ് തകർത്തേക്കാം എന്നാണ് മിക്ക കല്യാണങ്ങളും നടത്തപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഏതാണ്ട് 25 ലക്ഷം രൂപ വരെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു കല്യാണത്തിന്. അപ്പർ മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഇത് ഏതാണ്ട് 50 ലക്ഷമോ അതിൽ കൂടുതൽ പോകുന്നുണ്ട്. ഇക്കാര്യത്തിലോട്ട് നിങ്ങൾ ശ്രദ്ധ കാണിക്കുമ്പോൾ ഈ ചെലവിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോകും. അതായത് നമ്മൾ ഈ എക്സ്ട്രാ ചെലവിനെ കുറിച്ച് പറയുമ്പോൾ ഈ എക്സ്ട്രാ ചെലവിന് നല്ലൊരു ശതമാനം കാരണം നമ്മുടെ നമ്പർ ഓഫ് ആൾക്കാരാണ്. എത്ര പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളതാണ്. 700 പേരെ വിളിക്കണം, അല്ലെങ്കിൽ 1000 പേരെ വിളിക്കണം, നമ്മുടെ നാട് മൊത്തം നിറഞ്ഞു നിൽക്കണം കല്യാണം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിന് വരുന്ന അതിഥികളിൽ എത്ര പേരെ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞു വിടാൻ പറ്റും? നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് അയക്കാൻ, അവർക്ക് കുറച്ച് അറ്റൻഷനെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് എത്ര പേരെ നിങ്ങൾ നോക്കാൻ പറ്റും? കൂടിപ്പോയാൽ 300 അല്ലെങ്കിൽ 400 പേര്, അത്ര മാത്രമേ വേണ്ടൂ. അതായത് നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള, നിങ്ങൾ നന്നായി കാണാൻ, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്ന ആ 300 400 പേരോ ആരാണോ അവരെ മാത്രം വിളിക്കുക. അവരെ നല്ലപോലെ സ്വീകരിച്ച് സന്തോഷിപ്പിച്ചയക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ 1000 പേരെ വിളിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ 500 600 പേര് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഒരു പരാതിയോടെ ആയിരിക്കും ഇവർ പോകുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതേക്കാളും ഭേദം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, നമുക്ക് സ്വീകരിച്ച് സന്തോഷമായിട്ട് അയക്കാൻ പറ്റുന്ന ആ 300 400 പേരെ വിളിച്ചാൽ പോരെ? അപ്പം തന്നെ ഈ എക്സ്ട്രാ എക്സ്പെൻസസും കുറഞ്ഞു കിട്ടും അല്ലേ? ഇപ്പോൾ 25 ലക്ഷമാണ് നിങ്ങൾ സേവ് ചെയ്തതെന്ന് വെച്ചോളൂ. ഈ നിങ്ങളുടെ കുടുംബത്തിന്, അതായത് നിങ്ങളുടെ മക്കളുടെ സന്തോഷത്തിന്, അവരുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഈ ചെലവ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ സെൻസിബിളായിട്ട് തിങ്ക് ചെയ്ത് എക്സ്പെൻസസ് കുറച്ചതുകൊണ്ട് 25 ലക്ഷം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ, ഈ 25 ലക്ഷം രൂപ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ കൊടുത്ത് അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ, 25 ലക്ഷം രൂപ ഒരു ഇക്വിറ്റി ഓറിയൻറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് 12% ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ 24 വർഷത്തിൽ ഈ 25 ലക്ഷം 4 കോടിയാവും. 25 ലക്ഷം 4 കോടിയാവും. 24 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മകനോ മകളിലോ ഇപ്പോൾ 25 വയസ്സാണെങ്കിൽ അവരുടെ 49ാമത്തെ വയസ്സിൽ ഈ 25 ലക്ഷം 4 കോടിയാവും. ഈ 4 കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് അവരുടെ കംപ്ലീറ്റ് റിട്ടയർമെൻറ്റ് എക്സ്പെൻസസിന് വേണ്ട കാശാണ് ഈ 4 കോടി. അതായത് ഒരു സർവേ പറയുന്നത് ഇന്ത്യയിൽ ഒരു ആവറേജ് സിറ്റിസന് വേണ്ട റിട്ടയർമെൻറ്റ് കോർപ്പസ് 3.5 കോടി എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് കല്യാണത്തിന് നിങ്ങൾ സേവ് ചെയ്ത് കൊടുത്ത 25 ലക്ഷം രൂപ അവരുടെ കംപ്ലീറ്റ് റിട്ടയർമെൻറ്റ് കോർപ്പസിന് ആവശ്യമായ കാശായിട്ട് വന്നിരിക്കുന്നു. എത്ര വലിയ തുകയാണ്, എത്ര വലിയ ഇമ്പാക്റ്റാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധ കാണിച്ച്
നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസസിനെ കുറച്ച് സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും വർദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേഗം തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു, എന്നിട്ടും എൻ്റെ പർട്ടിക്കുലർ കേസിന് ശരിക്കും ഞാൻ എവിടെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ഓവർ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത്, എൻ്റെ ഇതുവരെയുള്ള സേവിങ്സ് മതിയോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ട ബഡ്ജറ്റിംഗ്, ഗോൾ പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് കാരണം സേവ് ചെയ്യുന്ന കാശിനെ എങ്ങനെ സെൻസിബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വെൽത്തിനെ വർദ്ധിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ കംപ്ലീറ്റ് ഹാൻഡ് ഹോൾഡിങ് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് നിങ്ങളെ പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. Mutual fund investments are subject to market risks. Read all scheme related documents carefully.